ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കർണാടക സർക്കാരിൽ അഴിച്ചുപണിക്ക് സാധ്യത. സിദ്ധരാമയ്യയെ മാറ്റി DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ചർച്ചകൾക്കായി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല നാളെ ബംഗളൂരുവിലെത്തും. സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച അതൃപ്തരായ കോൺഗ്രസ് MLA-മാരുമായി സുർജേവാല കൂടിക്കാഴ്ച നടത്തും. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, കർണാടകയിൽ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് നേതാക്കൾ പുറത്തേക്ക് വരുമ്പോൾ പറയുന്നത്. എന്നാൽ പോലും ഇപ്പോൾ സുർജേവാല എത്തുന്നു എന്നത് അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നതിനുള്ള ഒരു സൂചന പോലെയാണോ കാണേണ്ടത്? എപ്പോഴത്തേക്കാണ് സുർജേവാല എത്തുക? അതുപോലെ തന്നെ അതൃപ്തരായ കോൺഗ്രസ് MLA-മാർ ആരൊക്കെയാണ്? അവരെന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? സ്വാതി, കഴിഞ്ഞ ഈ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകണമെന്ന് ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ആദ്യം മുതൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതൊരു ടേം നിശ്ചയിച്ചാണ് മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ സിദ്ധരാമയ്യ തന്നെ തുടർന്നാൽ മതിയെന്നാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. ഒരു പിടി MLA-മാർ സർക്കാരിനെതിരെ പരസ്യമായി, അതായത് കോൺഗ്രസിൻ്റെ തന്നെ MLA-മാർ കോൺഗ്രസ് സർക്കാരിന് തന്നെ പരസ്യമായി അഴിമതി ആരോപണങ്ങൾ തന്നെ പരസ്യമായി ഉന്നയിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഭവന വകുപ്പിൽ വലിയ ഗുരുതരമായ അഴിമതിയാണെന്ന് ബി ആർ പാട്ടീൽ എന്ന MLA കഴിഞ്ഞ ദിവസമാണ് ആരോപണം ഉന്നയിച്ചത്. അതിനുശേഷം ഈ സർക്കാർ വൻ പരാജയമാണെന്ന് രാജു KJ എന്ന MLA, അതും കോൺഗ്രസ് MLA-ആണ്, ഈ ഒരു സ്വന്തം സർക്കാർ തന്നെ വൻ പരാജയമാണെന്ന് രാജു KJ എന്ന് പറയുന്ന MLA, കോൺഗ്രസിൻ്റെ MLA-യും ആരോപണം ഉന്നയിക്കുന്നു. അത് കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപാണ് ഇക്ബാൽ ഹുസൈൻ എന്ന് പറയുന്ന MLA, അദ്ദേഹം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖനായ MLA-ആണ്. ഇക്ബാൽ ഹുസൈൻ വളരെ പരസ്യമായി പറഞ്ഞത് DK ശിവകുമാർ ഉടൻ മുഖ്യമന്ത്രിയാകും, വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും. ഒരു MLA ആ സർക്കാരിലെ മുഖ്യമന്ത്രിയെ മാറ്റി മറ്റൊരു ആളെ മുഖ്യമന്ത്രിയാക്കുമെന്നൊരു MLA പരസ്യമായി മാധ്യമങ്ങളടക്കം പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഇക്ബാൽ ഹുസൈൻ കൂടി പരസ്യമായി രംഗത്ത് വന്നുകൂടി സ്വാഭാവികമായും വലിയ ആഭ്യന്തര തർക്കത്തിലേക്ക് കോൺഗ്രസ് മാറുന്നു കർണാടകയിൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നാളെ രൺദീപ് സിംഗ് സുർജേവാല നേരിട്ട് ബംഗളൂരിൽ എത്തുന്നു. 2 ദിവസം അദ്ദേഹം ബംഗളൂരിലുണ്ടാകും. എല്ലാവരുമായും, അതൃപ്തിയുള്ള MLA-മാരുമായും കോൺഗ്രസിൻ്റെ എല്ലാ MLA-മാരുമായും നാളെയും മറ്റന്നാളും അദ്ദേഹം 1-to-1, അതായത് എല്ലാവരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതിർത്തിയുള്ള MLA-മാരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് പറയുന്ന വിവരം. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല, അതിർത്തിയുണ്ട് എന്നുള്ളത് വളരെ പരസ്യമാണ്. അതുകൊണ്ട് തന്നെ പറ്റിയാൽ സിദ്ധരാമയ്യയെ മാറ്റുക, ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുക എന്നൊരു നയമായിരിക്കും കോൺഗ്രസ് സ്വീകരിക്കുന്നത്. പക്ഷേ അവിടെ ചെറിയ പ്രശ്നമുള്ളത്, DK ശിവകുമാറിനെതിരെയും ഇപ്പുറത്ത് മറുവശത്ത് വലിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ നമുക്കറിയാം, ഈ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു IPL ജയിച്ചതിന് ശേഷം ഉണ്ടായ വലിയ അപകടം, ആ അപകടത്തിൽ നിരവധി ആളുകൾ മരണപ്പെട്ടിരുന്നു. അന്ന് DK ശിവകുമാറാണ് ആ പരിപാടി നേരിട്ട് സംഘടിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ആ പരിപാടി ഉണ്ടായിരുന്നത്. ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും വരെയൊക്കെ നടപടിയെടുത്തെങ്കിൽ പോലും ശിവകുമാറിനെതിരെ ഇപ്പോൾ ഒരു ആരോപണമായി സിദ്ധരാമയ്യ വിഭാഗം ഉന്നയിക്കുന്നത് ശിവകുമാറിൻ്റെ പിടിപ്പുകേടാണ് അന്നുണ്ടായ അപകടത്തിന് കാരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പെട്ടെന്നുള്ള ഇടപെടലാണ് അപകടത്തിന് കാരണം, പോലീസിനെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നൊരു ആരോപണമാണ് ഇപ്പോൾ സിദ്ധരാമയ്യ വിഭാഗം ഉന്നയിക്കുന്നത്. നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ശിവകുമാറിന് നല്ല മുൻതൂക്കം അല്ലെങ്കിൽ വലിയ പ്രാധാന്യവും പാർട്ടിയിലും സർക്കാരിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയാകും, അല്ലെങ്കിൽ ഇനിയൊരിക്കൽ മുഖ്യമന്ത്രിയാകാം എന്നൊരു ധാരണയിലായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ തർക്കം രൂക്ഷമാകാൻ കാരണം ശിവകുമാറിനെതിരെ സിദ്ധരാമയ്യ വിഭാഗം ഈ ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴാണ് മറുവിഭാഗം പരസ്യമായി സർക്കാരിനെതിരെ രംഗത്ത് വരുന്നത്. അങ്ങനെ കോൺഗ്രസിനകത്ത് വലിയ ആഭ്യന്തര സംഘർഷം ഇപ്പോൾ തുടരുന്നു. ഒരുപക്ഷെ ആഭ്യന്തര സംഘർഷം ഇല്ലാതെ തന്നെ ശിവകുമാറിന് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത നേരത്തെ ഉണ്ടായിരുന്നു. അത് മറികടന്നുകൊണ്ട് സിദ്ധരാമയ്യ വിഭാഗം ഇപ്പോൾ ശിവകുമാറിനെതിരെ വലിയ ആരോപണം ഉന്നയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിടിപ്പുകേടും കഴിവുകേടുമാണ് അന്ന് അപകടം ഉണ്ടാകാനുള്ള കാരണം. അത് ഉന്നയിക്കുമ്പോഴാണ് മറുവശത്ത് സർക്കാരിനെതിരെ, പ്രത്യേകിച്ചും സിദ്ധരാമയ്യയുടെ അടുപ്പക്കാർക്കെതിരെയാണ് ഈ ആരോപണം മുഴുവൻ വരുന്നത്. ഭവന വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും 2 MLA-മാർ, BR പാട്ടീലും രാജു KJ ആരോപണം ഉന്നയിക്കുകയും ഒരു MLA പരസ്യമായി മറ്റൊരാളാണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്, ഈ മുഖ്യമന്ത്രിയെ മാറ്റാൻ പോവുകയാണ് എന്നും കൂടി പറയുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനകത്തും സർക്കാരിനകത്തും വലിയ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. BJP-യും ഇത് വലിയ ആരോപണമായിട്ട് കോൺഗ്രസിന് കഴിയുന്നില്ല, ഭരണം നടത്താൻ കഴിയുന്നില്ല, അവരുടെ ആഭ്യന്തര സംഘർഷം തന്നെ പരിഹരിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന ആരോപണമായി BJP-യും രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാതി, അതുതന്നെയാണ് ശ്രീജിത്ത്. കർണാടക സർക്കാരിൽ അഴിച്ചുപണിക്ക് സാധ്യത എന്നുള്ളതാണ്. സിദ്ധരാമയ്യയെ മാറ്റി DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസിനുള്ളിൽ അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണ്. ഇത് BJP ഒരു ആയുധമാക്കി മാറ്റുന്നും ഉണ്ട് എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് ശ്രീജിത്ത് ബാലകൃഷ്ണൻ നൽകിയത്.